So students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടെസ്റ്റുകൾ കൂടെ ഡിസ്കസ് ചെയ്യാണ്. ഒന്ന് റേഷ്യോ ടെസ്റ്റും രണ്ടാമത്തേത് റൂട്ട് ടെസ്റ്റും. ഈ ടോപ്പിക്കോട് കൂടെ സെമിസ്റ്റർ 3-ത്തെ സെക്കൻഡ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പുതിയ മൊഡ്യൂളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരമുള്ള പുതിയ സിലബസ് പ്രകാരമുള്ള ടോപ്പിക്കുകളാണ് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മെയിൻ മാത്തമാറ്റിക്സിൻ്റെ. അപ്പോൾ ഇന്നത്തോടുകൂടെ സെക്കൻഡ് മൊഡ്യൂൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റുമാണ്. അതായത് കൺവർജൻസ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ട രണ്ട് ടെസ്റ്റുകളാണ്. ടെസ്റ്റുകൾ പറയാം, ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ചെയ്യാം, പിന്നെ ഉള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കാരണം പലതരത്തിലുള്ള പ്രോബ്ലംസാണ് വരിക. സ്പെഷ്യൽ ടൈപ്പ് സിംപ്ലിഫിക്കേഷൻസ് വേണ്ട പ്രോബ്ലംസ് ഉണ്ട്, അല്ല സാധാരണ പോലെ ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഞാൻ ഇതൊരു ബ്രീഫായിട്ട് എന്താണ് ഈ ടെസ്റ്റുകൾ എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പ്രൂഫ് ആവശ്യമില്ല, പ്രത്യേകിച്ച് അങ്ങനെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല പ്രൂഫ്. താല്പര്യമുള്ളവർക്ക് അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളതൊക്കെ ഒന്ന് വായിച്ച് ഇരിക്കുന്നത് നല്ലതാണ്. കാരണം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. അപ്പോൾ അതിൻ്റെ പ്രൂഫും കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. സോ റേഷ്യോ ആൻഡ് റൂട്ട് ടെസ്റ്റാണ്. ആദ്യത്തേത് റേഷ്യോ ടെസ്റ്റാണ്. ടെസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ലെറ്റ് സിഗ്മ an be an infinite series with non-zero terms and limit n tends to infinity mod an plus 1 by an equal to L. അപ്പോൾ സിഗ്മ an എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. നോൺ സീറോ ടേംസ് വരുന്ന ഒരു ഇൻഫിനിറ്റ് സീരീസ്. നോൺ സീറോ ടേംസ് പറഞ്ഞാൽ എല്ലാം നോൺ സീറോ മീൻസ് എല്ലാം സീറോ ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇടയിൽ ചിലത് സീറോ അങ്ങനെ വരില്ല. സീരീസിൻ്റെ പ്രത്യേകത കാരണം ഇടയിൽ സീറോ മറ്റത് അങ്ങനെ മാറി വരാൻ സാധ്യത കുറവാണ്. എനിവേ നമ്മളൊരു സിഗ്മ an എന്ന് പറയുന്നത് an infinite series of non-zero terms and limit n tends to infinity mod an plus 1 by an equal to L. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി റേഷ്യോയാണിത്. റേഷ്യോ an plus 1 by an. It is a ratio of between n plus 1th term and the nth term. അപ്പോൾ അങ്ങനെയാണ് അത് ഓർക്കേണ്ടത്. റേഷ്യോ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് n tends to infinity mod an plus 1 by an. അത് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് L എന്ന് കിട്ടിയെന്ന് വിചാരിക്കാം. If L is less than 1, the series converges. If L is greater than 1, the series diverges. And if L equal to 1, the test fails എന്നാണ് പറയുന്നത്. അതായത് ഈ റേഷ്യോ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 വരുമ്പോൾ മോഡ് an plus 1 by an ലിമിറ്റിംഗ് കേസിൽ ഈ റേഷ്യോ ലെസ് ദാൻ 1 L ആണെങ്കിൽ ആ L ലെസ് ദാൻ 1 വരുമ്പോൾ the given series, infinite series converges. If L greater than 1 or infinity, ഗ്രേറ്റർ ദാൻ 1 വന്നിട്ടുണ്ട്, ഇൻഫിനിറ്റി ആകാം, എന്നാലും കുഴപ്പമില്ല. ഇൻഫിനിറ്റി ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഇറ്റ് ക്യാൻ ബി ഇൻഫിനിറ്റി. അപ്പോൾ ഇഫ് എൽ ഗ്രേറ്റർ ദാൻ 1 ഓർ എൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ എൽ ഈക്വൽ, അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, എൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ഏതും എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ഓർ എൽ ഈക്വൽ ടു ഇൻഫിനിറ്റി, ദെൻ സിഗ്മ an ഡൈവേർജസ്. ആൻഡ് ഇഫ് എൽ ഈക്വൽ ടു 1 നമുക്ക് ഈ ടെസ്റ്റ് കൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കില്ല, വേറെ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് വേണം ഇത് കണ്ടുപിടിക്കാനായിട്ട്. അത്രയേ ഉള്ളൂ റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത റൂട്ട് ടെസ്റ്റാണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് nth റൂട്ട് ടെസ്റ്റ് എന്നാണ് അതിന് പറയുക. അപ്പം ലെറ്റ് സിഗ്മ an be an infinite series of non-zero terms such that limit n tends to infinity mod an raised to 1 by n equal to L. mod an raised to 1 by n equal to, അതായത് nth റൂട്ട് L ആണ്. an raised to 1 by n എന്ന് മാത്രമേ സാധാരണ ബുക്കുകളൊക്കെ കാണാറുള്ളൂ. നിങ്ങളുടെ ഈ മോഡ് വെച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ സിലബസിലെ മോഡ് വെച്ചിട്ട് പറയുന്നു എന്ന് മാത്രം. ലിമിറ്റ് n tends to infinity mod an whole raised to 1 by n equal to L. If L is less than 1, മോളത്തെ പോലെ തന്നെയാണ്. If L is less than 1, sigma an converges. If L is greater than 1 or infinity, the series diverges. If L equal to 1, the test fails എന്നാണ് പറയുന്നത്. ഒരേ കൺക്ലൂഷൻ തന്നെയാണ്, പക്ഷേ കണ്ടുപിടിക്കുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് റേഷ്യോയാണ്, ഒന്ന് nth റൂട്ടാണ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് വെച്ചിട്ടുള്ള കുറച്ച് 1-2 പ്രോബ്ലംസാണ്. റൂട്ട് ടെസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. റേഷ്യോ ടെസ്റ്റിന് 1-2 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, 3-4 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂട്ട് ടെസ്റ്റിൻ്റെ അതേപോലെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ജസ്റ്റ് ഈ ഫോർമുല അപ്ലൈ ചെയ്യുക, ഈ ഒരു ടെസ്റ്റ് അപ്ലൈ ചെയ്യുക. ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഓരോ പ്രോബ്ലത്തിൽ ഓരോ തരത്തിലേക്ക് an സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ടെസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അത് കുറേ പ്രാക്ടീസ് കൊണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് എങ്ങനെ അത് അപ്ലൈ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കും ഈ മൊഡ്യൂളും നമുക്ക് അവസാനിപ്പിക്കാം. ചെക്ക് ദ കൺവർജൻസ് ഓഫ് സിഗ്മ n equal to 1 to infinity b raised to n by n factorial. Check the convergence of sigma n equal to 1 to infinity b raised to n by n factorial. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓർക്കുക, n ഫാക്ടോറിയലൊക്കെയാണ്. ഫാക്ടോറിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കമ്പാരിസൺ ടെസ്റ്റ് സാധാരണ നൽകി ഈ ഒരു പ്രോബ്ലം മാത്രമേ തരികയുള്ളൂ. ചെക്ക് ദ കൺവർജൻസ് എന്ന് പറഞ്ഞിട്ടേ തരുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ ടെസ്റ്റ് ആണോ, കമ്പാരിസൺ ടെസ്റ്റ് ആണോ, ലെബിൻസ് ടെസ്റ്റ് ആണോ, അതോ ഇപ്പോൾ പറഞ്ഞ 2 ടെസ്റ്റുകളിൽ ഏതെങ്കിലും ആണോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആ സീരീസിൻ്റെ an എന്താണ് എന്നുള്ളത്
അറിഞ്ഞിരിക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സിഗ്മ n = 1/∞ b raised to n by n ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ വരുമ്പോൾ ഓർക്കുക, കമ്പാരിസൺ സാധാരണ നിലയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ലെബിൻസ് ടെസ്റ്റ് ആൾട്ടർനേറ്റിംഗ് സീരീസിന് മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളൂ. അതേപോലെ ഇൻറ്റഗ്രൽ ടെസ്റ്റ് അതും ഈ ഫാക്ടോറിയലൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ ഇനി കോഷീസ് റൂട്ട് ടെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കും. കോഷീസ് റൂട്ട് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതും n ഫാക്ടോറിയൽ റേസ് ടു 1/n എന്നൊക്കെ വരും. അപ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? n ഫാക്ടോറിയൽ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ദ റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് റേഷ്യോ ടെസ്റ്റാണ് ഈ an-ൻ്റെ ഇതിനനുസരിച്ച് സ്ട്രക്ചറിനനുസരിച്ച് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ an = b raised to n by n ഫാക്ടോറിയൽ. അപ്പോൾ റേഷ്യോ ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. an+1 = b raised to n+1 by n+1 ഫാക്ടോറിയൽ. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ കാണുന്നതാണ് റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ മോഡ് an+1 by an ലിമിറ്റ് n tends to infinity മോഡ് an+1 by an = ലിമിറ്റ് n tends to infinity മോഡ് an+1 by an. അപ്പോൾ an+1 into 1 by an, an+1 into reciprocal of an. അപ്പോൾ b raised to n+1 divided by n+1 ഫാക്ടോറിയൽ into 1 by an. a എന്ന് പറഞ്ഞ ഇതാണ്. 1 by a എന്ന് പറയുമ്പോൾ n ഫാക്ടോറിയൽ by b raised to n ആണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ലിമിറ്റ് n tends to infinity മോഡ്, ഇവിടെ മോഡുലസ് ഉണ്ട്, ഹോളായിട്ട് ഇവിടെ മോഡുലസ് ഉണ്ട്, മറന്നു പോകണ്ട, ഹിയർ ഇറ്റ് ഈസ് മോഡുലസ്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പോസിറ്റീവ് ടേംസ് ആയതുകൊണ്ട് ബിയുടെ വാല്യൂ എന്താണെന്നുള്ളത് നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ മോഡുലസ് എടുത്ത് മാത്രം. ബി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മോഡുലസ് എടുക്കേണ്ട ആവശ്യമില്ല, സാധാരണ an+1 by an മാത്രം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ദിസ് സിംപ്ലിഫൈസ് ടു ലിമിറ്റ് n tends to infinity മോഡ്, ഇവിടെ b raised to n+1 ആണ്, ഇവിടെ b raised to n ആണ്. അപ്പോൾ റിമൈനിങ് ഇസ് മോഡ് ബി ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു n ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ n+1 ഫാക്ടോറിയൽ ഉണ്ട്. n ഫാക്ടോറിയൽ ആൻഡ് n+1 ഫാക്ടോറിയൽ ക്യാൻസലാക്കി കളയുമ്പോൾ സിംപ്ലി n+1. അപ്പോൾ ലിമിറ്റ് n tends to infinity മോഡ് an+1 by an ഈക്വൽ ടു ലിമിറ്റ് n tends to infinity മോഡ് b by n+1. n+1ന് മോഡിൻ്റെ ആവശ്യമില്ല, അത് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ദിസ് ഈക്വൽ ടു 0. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ ദിസ് ബിക്കം 0. That is less than 1. അപ്പോൾ ലിമിറ്റ് n tends to infinity മോഡ് an+1 by an is less than 1. By ratio test this series converges. എവിടേക്കാണ് കൺവെർജ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും കൺവെർജൻ്റ് ആണോ ഡൈവർജൻ്റ് ആണോ എന്നുള്ളത് പറയാം. അപ്പോൾ സിൻസ് ദിസ് ഇസ് ലെസ് ദാൻ 1 ദ ഗിവൺ ദിസ് സീരീസ് കൺവെർജസ്, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. കൺവെർജൻസ് ടെസ്റ്റ് മാത്രമാണ്. അതിൻ്റെ എന്താണ് സം എന്നുള്ളത് പറയുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് വേറെ വഴിയിലൂടെ കണ്ടുപിടിക്കണം. പക്ഷേ നമ്മൾ സീരീസിനെ സംബന്ധിച്ച് കൺവെർജ് ചെയ്യുക ഡൈവേർജ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള ടേം മീൻസ് ഇൻഫിനിറ്റ് ടേംസ് ഉള്ളപ്പം നമുക്ക് വളരെ കുറച്ച് ടേമുകൾ മാത്രമേ, അല്ലെങ്കിൽ ഫസ്റ്റ് ടേമോ സെക്കൻഡ് ടേമോ മാത്രമേ നമുക്ക് പല ഇൻഫിനിറ്റ് സീരീസുകളിലും നമ്മുടെ എഞ്ചിനീയറിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആവശ്യം വരുന്നത് ഫസ്റ്റോ സെക്കൻഡ് ടേമോ അല്ലെങ്കിൽ ആദ്യത്തെ 5 ടേമുകളിലെ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. പക്ഷേ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഇൻഫിനിറ്റ് സീരീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കൺവെർജ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനാണ് ഈ ടെസ്റ്റ് നമ്മൾ ഉപയോഗിച്ചത്. ദിസ് സീരീസ് കൺവെർജസ്. അത് എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് വരുമ്പോഴൊക്കെ ചെയ്തു വരുമ്പോഴേ അത് മുഴുവൻ ക്ലിയർ ആവുകയുള്ളൂ. തൽക്കാലത്തിന് ഇപ്പോൾ നമ്മൾ കൺവെർജൻസ് മാത്രമേ ഇവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. നൗ അവർ സെക്കൻഡ് പ്രോബ്ലം ഇസ് സിഗ്മ 2 raised to n divided by n into n ഫാക്ടോറിയൽ. അഗെയിൻ n ഫാക്ടോറിയൽ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് റൂട്ട് ടെസ്റ്റോ കമ്പാരിസൺ ടെസ്റ്റോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് റേഷ്യോ ടെസ്റ്റ് തന്നെയാണ്. n ഫാക്ടോറിയലും n ഒക്കെ വരുമ്പോൾ ഇവിടെ പവറിൽ 2 raised to n ഉണ്ട്. 2 raised to n ആയതുകൊണ്ട് വേണമെങ്കിൽ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാവുന്നതാണ്. പക്ഷേ അടിയിൽ n ഫാക്ടോറിയലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് റൂട്ട് ടെസ്റ്റിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. ഇവിടെ അഗെയിൻ വി അപ്ലൈ ദ റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ an equal to 2 raised to n by n into n factorial. an+1 equal to 2 raised to n+1 divided by n+1 into n+1 factorial. ഇത് an ആണെങ്കിൽ an+1 എന്ന് പറഞ്ഞാൽ n-ന് പകരം n+1 കൊടുത്തിട്ടുള്ള ടേം, അത് ഇവിടുത്തെ പോലെ an എന്ന് പറയുന്നത് b raised to n by n factorial ആണ്. അപ്പോൾ തൊട്ടടുത്ത ടേം an+1 എന്ന് പറയുന്നത് b raised to n+1 divided by n+1 factorial ആയിരിക്കും. n-ന് പകരം n+1 കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ an-ഉം an+1 എഴുതി. ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ, ഇതെല്ലാം പോസിറ്റീവ് ടേംസ് ആണ്. n പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് 0 1 2 3 മുതൽ അങ്ങനെയുള്ള നമ്പറുകളാണ് ഈ n എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ മോഡുലസിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ പോലെ ഈ മോഡുലസിൻ്റെ ആവശ്യമില്ല. മോഡുലസ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതായത് ലിമിറ്റ് n tends to infinity an+1 by an മാത്രം മോഡുലസ് ഉപയോഗിക്കാതെ ചെയ്യാം. അപ്പോൾ an+1 by an ഈക്വൽ ടു an+1 by an എന്ന് പറയുമ്പോൾ 2 raised to n+1 divided by n+1 into n+1 factorial into 1 by an ആണ്. n+1 by an അല്ലേ. അപ്പോൾ an+1 into 1 by an. 1 by an എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ 2 raised to n+1 divided by n+1 into n+1 factorial into n into n factorial by 2 raised to n. ഇതിൻ്റെ റെസിപ്രോക്കലാണ് വരിക. 1 by an അല്ലേ. an+1 by an ആകുമ്പോൾ
an plus 1 into 1 by an plus 1 into 1 by a എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ, അതായത് n into n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 raised to n. അപ്പോൾ ഇതിലത്തെ കട്ട് ചെയ്ത് കളയേണ്ടതൊക്കെ കട്ട് ചെയ്ത് കളയാൻ 2 raised to n plus 1 ഉണ്ട്, ഇവിടെ 2 raised to n ഉണ്ട്. അപ്പോൾ അവിടെ എന്തായി, വെറുതെ ഇവിടെ 2 മാത്രമാവും. ഇവിടെ ഒരു n plus 1 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ ഒരു n ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ n ഉണ്ട്. അപ്പോൾ n ഫാക്ടോറിയൽ ഇതിലത്തെ n plus 1 ഫാക്ടോറിയലിൽ ഇവിടെ n plus 1 മാത്രം ബാക്കിയാവും. n plus 1 into n ഫാക്ടോറിയൽ ആണല്ലോ ഈ n plus 1 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലത്തെ n ഫാക്ടോറിയലും ഈ n ഫാക്ടോറിയലും കട്ട് ചെയ്ത് കളയുമ്പോൾ the limit becomes limit n tends to infinity an plus 1 by an equal to limit n tends to infinity, ദാ ഇവിടെ ഒരു 2 ബാക്കിയുണ്ട്, കട്ട് ചെയ്ത് കളയുമ്പോൾ 2 into n ഫാക്ടോറിയൽ ക്യാൻസലായി പോകും. 2n ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു n plus 1 ഉണ്ട്, ഇവിടെയും ഒരു n plus 1 ഉണ്ട്. n plus 1 ഫാക്ടോറിയലിന് പകരം n plus 1 into n ഫാക്ടോറിയലാണ്. അതിലത്തെ n ഫാക്ടോറിയലും ഈ n ഫാക്ടോറിയലും കട്ടായി കളയുക. അപ്പോൾ ലിമിറ്റ് n tends to infinity 2 into n plus 1 whole square, ഈ n plus 1ഉം ഈ ഫാക്ടോറിയലിൽ ഒരു n plus 1ഉം ബാക്കി ഉണ്ടാവും. അപ്പോൾ ലിമിറ്റ് n tends to infinity 2n ഡിവൈഡഡ് ബൈ n plus 1 whole square. ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 2 by n into 1 plus 1 by n whole square, അതായത് ഇതിൽ നിന്ന് ഒരു n ഞാൻ ഔട്ട്സൈഡ് എടുക്കുകയാണ്. അപ്പോൾ n ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഒരു സ്ക്വയർ ഉള്ളതുകൊണ്ട് n സ്ക്വയർ ആകും. ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ അപ്പോൾ 2n ഡിവൈഡഡ് ബൈ n സ്ക്വയർ എന്നാണ് വരിക. 2n ഡിവൈഡഡ് ബൈ n സ്ക്വയർ ഇൻറ്റു 1 plus 1 by n ഹോൾ സ്ക്വയർ എന്നാണ് വരിക. 2n ഇവിടുത്തെ താഴത്തെ n സ്ക്വയറും ക്യാൻസലാക്കി കളയുമ്പോൾ ഞാൻ 2-3 സ്റ്റെപ്പുകൾ സ്കിപ്പ് ചെയ്യുകയാണ്, കാരണം ഇതിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പുകൾ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതിൽ നിന്ന് n ഔട്ട്സൈഡ് എടുക്കുമ്പോൾ n സ്ക്വയർ ആകും. അപ്പോൾ n-ഉം n സ്ക്വയറിലും ഒരു n ക്യാൻസലാക്കി കളയുമ്പോൾ 2 by n into 1 plus 1 by n ഹോൾ സ്ക്വയർ. ലിമിറ്റ് n tends to infinity 2 by n into 1 plus 1 by n whole square. n in infinity എന്ന് കൊടുക്കുമ്പോൾ again the limit becomes 0, that is less than 1. So by ratio test this series converges. ഈ സീരീസ്, അതായത് നമ്മുടെ ഈ സീരീസ് കൺവെർജൻ്റ് ആണ് എന്നുള്ളതാണ്. ഇവിടെയും റേഷ്യോ ടെസ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചത്. Now one more problem. Sigma an equal to 1 to infinity minus 1 raised to n into 3 into 5 into 7 into etc. 2n plus 1 divided by 1 into 4 into 7 into etc. 3n minus 2. ഇവിടെ നോക്കൂ, ഇവിടെ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് വരുന്നത്. ഇവിടെ ആൾട്ടർനേറ്റിംഗ് സീരീസ് വരുമ്പോൾ നമ്മൾ സാധാരണ ലെബിൻസ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കൺവെർജൻസ് പറയാൻ ശ്രമിക്കാറ്. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ വലിയൊരു ടേം ആയതുകൊണ്ട് ലെബിൻസ് ടെസ്റ്റും ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലിമിറ്റ് n tends to infinity an എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതേപോലെ a1 ഗ്രേറ്റർ ദാൻ a2 ഗ്രേറ്റർ ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ കണ്ടു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണെങ്കിലും വി യൂസ് റേഷ്യോ ടെസ്റ്റ്. റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് റേസ് ടു 1 by n nth റൂട്ടൊക്കെ വരും, അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആകും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഏറ്റവും എളുപ്പം എന്ത് ഉപയോഗിക്കാനാണ്, റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാനാണ് ഏറ്റവും എളുപ്പം. മാത്രമല്ല ഇത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആയതുകൊണ്ട് വി യൂസ് മോഡുലസ് ഉപയോഗിച്ചിട്ട് ഈ ടെസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ മോഡുലസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ് എന്നാണ് കിട്ടുക. അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ദ സീരീസ് ഈസ് കൺവെർജൻ്റ്. അപ്പം ഈ ടെസ്റ്റ്, ഈ ആക്ച്വൽ മോഡുലസ് വെച്ചിട്ടുള്ള ടെസ്റ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. നൗ മോഡ് an ഈക്വൽ ടു 3 into 5 into 7, ഈ ടേം മാത്രമാണ് മോഡിൽ. -1 raised to n എന്നുള്ളത് മോഡ് എടുക്കുമ്പോൾ പ്ലസ് ആവും. അപ്പം മോഡ് an ഈക്വൽ ടു 3 into 5 into 7 into etc. 2n plus 1 divided by 1 into 4 into 7 etc. 3n minus 2. മോഡ് an plus 1 ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മോഡ് an plus 1 എന്ന് പറയുമ്പോൾ മോഡ് anൽ ഇത്രയും ടേമുകളുണ്ട്. അപ്പോൾ മോഡ് an plus 1ൽ ഈ ടേമുകളെ കൂടാതെ അടുത്ത ടേമും കൂടി ഉണ്ടാകും. അടുത്ത ടേം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ n-ന് പകരം n+1, ഈ n-ന് പകരവും n+1 കൊടുത്ത് കിട്ടുന്നതാണ് അടുത്ത ടേം. അതും കൂടെ ഇതിൻ്റെ കൂടെ ഓഗ്മെൻറ്റഡ് ആയിട്ട് വരും. അപ്പോൾ മോഡ് an plus 1 എന്ന് പറയുന്നത് മോഡ് എടുക്കുമ്പോൾ മൈനസ് പോസിറ്റീവ് ആവും. അപ്പോൾ 3 into 5 into 7 into etc. 2n+1 വരെ ഉണ്ടാകും. കൂടാതെ 2 into n+1+1, ഈ n-ന് പകരം n+1 കൊടുത്തിട്ടുള്ളതാണ് അടുത്ത ടേം. അപ്പോൾ 2 into n+1+1 the whole divided by 1 into 4 into etc. 3n minus 2 ഇതുവരെ എന്തായാലും ഉണ്ടാകും. n+1 ആയതുകൊണ്ട് ഈ n-ൻ്റെ പകരം n+1 കൊടുത്തിട്ടുള്ള ഒരു ടേമും കൂടെ അപ്പുറത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ മോഡ് an+1 ഈക്വൽ ടു 3 into 5 into etc. 2n+1 into ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2n plus 5 divided by 1 into 4 into etc. 3n minus 2 into ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3n plus 1, 3n plus 3 minus 2, that is 3n plus 1. അപ്പോൾ ഇതാണ് മോഡ് an plus 1 വരിക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, -1 raised to n ഉള്ളതുകൊണ്ട് മോഡുലസ് എടുത്തിട്ടാണ് നമ്മൾ കൺവെർജൻസ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ മോഡുലസ് മോഡ് an എഴുതി, മോഡ് an plus 1 എഴുതുമ്പോൾ മോഡ് anലത്തെ എല്ലാ ടേമുകളും വരും. കൂടാതെ
ഒരു ടേമും കൂടെ എക്സ്ട്രാ വരും. അതാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത്. അടിയിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു ടേമും കൂടെ എക്സ്ട്രാ വരും. ആ ടേം കിട്ടുന്നത് ഇതിൽ n-ന് പകരം n+1 എന്ന് കൊടുത്തിട്ടുള്ളതാണ്. അതേപോലെ ഇതിൽ n-ന് പകരം n+1. അപ്പോൾ ഇതുവരെ എന്തായാലും ഉണ്ടാകും. അപ്പുറത്ത് മുകളിലും താഴ്ത്തുമായിട്ട് n-ന് പകരം n+1 കൊടുത്തിട്ടുള്ള ഒരു ടേമും കൂടെ എക്സ്ട്രാ ഉണ്ടാകും. അപ്പോൾ ദിസ് ഈസ് mod an+1. Now limit n tends to infinity mod an+1 by an mod a ഇത് ഡിവൈഡഡ് ബൈ ഇത് mod an+1 by an. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഞാനിവിടെ ഒന്ന് കാണിച്ചത് സൂം ചെയ്ത് നോക്കുക സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം, അതായത് കുറേ ടേംസ് ക്യാൻസലാക്കി കളയാൻ പറ്റും. 3, 5, 7, 1, 4, 7 ഇതെല്ലാം നമുക്ക് ക്യാൻസലാക്കി കളയാൻ പറ്റും. mod an+1 by an എടുക്കുമ്പോൾ ഇതെവിടെയാണ് കാണിച്ചിട്ടുള്ളത്? mod an+1 ഉം mod an-ഉം കണ്ടില്ലേ? ഇത് രണ്ടും ഇതും ക്യാൻസലാക്കി കളയാം, ഇതും കുറേ ടേംസ് ക്യാൻസലായി പോകും. ആൻഡ് യു ഗെറ്റ് ലിമിറ്റ് n tends to infinity mod an+1 by an equal ലിമിറ്റ് n tends to infinity. ലാസ്റ്റ് രണ്ട് ടേം ഈ ടേമുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. an+1 ഈ ടേമും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള കോമൺ ആണ്, എല്ലാം ക്യാൻസലാക്കി കളയാം. അപ്പോൾ 2n+5 ഡിവൈഡഡ് ബൈ 3n+1. അപ്പോൾ ലിമിറ്റ് n tends to infinity 2n+5 ഡിവൈഡഡ് ബൈ 3n+1. അതിൽ നിന്ന് n ഔട്ട്സൈഡ് എടുക്കുക, എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ ലിമിറ്റ് n tends to infinity 2 + 5/n by 3 + 1/n. ഇതിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കുക, ക്യാൻസലാക്കി കളയുക. സിംപ്ലിഫിക്കേഷൻസ് ഉണ്ട്. ഇത്രയും ചെറിയ സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പേസും ഉണ്ടാവുകയില്ല, നമുക്ക് സമയം അത്രയും പോകും. അതുകൊണ്ടാണ് ചില സ്റ്റെപ്പുകൾ ഞാനിവിടെ സൈഡിൽ വെറുതെ ഒന്ന് വർക്കിംഗ് കോളത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സംശയമുള്ളവർക്ക് അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൽ n ഔട്ട്സൈഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് n tends to infinity 2 + 5/n by 3 + 1/n. Now apply the limit. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 5/n 0ലേക്ക് പോകും, 1/n 0ലേക്ക് പോകും. n tends to infinity ആയതുകൊണ്ട് the remaining portion is 2/3. 2/3 is less than 1. അപ്പോൾ ലിമിറ്റ് n tends to infinity mod an+1 by an is equal to 2/3, that is less than 1. അപ്പോൾ നമ്മൾ മോഡുലസ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. മോഡുലസ് വെച്ച് ചെയ്തത് കാരണം we can say that the series is absolutely convergent. അപ്പോൾ ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെങ്കിൽ നമ്മൾ മുന്നേ റിസൾട്ട് പഠിച്ചിട്ടുള്ളതാണ്, ഇറ്റ് ഈസ് കൺവെർജൻറ്റ്. അപ്പോൾ ഞാൻ നേരിട്ടത് എഴുതുകയാണ്, സിഗ്മ an കൺവെർജസ് ബൈ റേഷ്യോ ടെസ്റ്റ്. ഇവിടെ അബ്സല്യൂട്ട് കൺവെർജൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. മോഡുലസ് എടുത്തിട്ട് ചെയ്തതുകൊണ്ട് സിഗ്മ മോഡ് an കൺവെർജൻ്റ് ആണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. ബേസിക്കലി ആ ടെസ്റ്റ് സിഗ്മ എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിലും ബേസിക്കലി നമുക്ക് പറയാൻ സാധിക്കുന്നത് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ് എന്നുള്ളതാണ്. അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി അത് കൺവെർജൻ്റ് ആയിരിക്കും. അപ്പോൾ ദ സീരീസ് ഈസ് കൺവെർജൻറ്റ് ബൈ റേഷ്യോ ടെസ്റ്റ്. ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസൊക്കെ ഓർക്കുക, റേഷ്യോ ടെസ്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. റൂട്ട് ടെസ്റ്റോ കമ്പാരിസണോ ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതങ്ങനത്തെ ആ an-ൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേയധികം പ്രോബ്ലംസ് ചെയ്താലേ ഏത് ടെസ്റ്റാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും എളുപ്പത്തിൽ ആൻസർ കിട്ടുക എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ധാരാളം പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. Now next problem, check the convergence of sigma n equal to 1 to infinity cos n pi divided by n root n. Cos n pi divided by n root n. ഇവിടെയും പ്രശ്നമുണ്ട്. ഇവിടെ കണ്ടില്ലേ, cos n pi റൂട്ട് ടെസ്റ്റോ റേഷ്യോ ടെസ്റ്റോ എന്നുള്ളതൊക്കെ സംശയം വരാം. കമ്പാരിസൺ പറ്റില്ല. കോസ് ഒക്കെ ഉള്ളതുകൊണ്ട് കമ്പയർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. n root n കമ്പാരിസൺ സാധാരണ നിലയ്ക്ക് ഉപയോഗിക്കാറില്ല. ഇവിടെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് റേഷ്യോ ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ അഗെയിൻ cos n pi mod an equal to mod cos n pi divided by n root n. mod an+1 equal to cos n+1 pi divided by n+1 root n+1. n-ന് പകരം n+1 കൊടുത്തിട്ടുള്ള ടേം അത്രയേ ഉള്ളൂ, an+1. അപ്പോൾ mod an-ഉം mod an+1. Now limit n tends to infinity mod an+1 by an equal to limit n tends to infinity cos n+1 pi by n+1 root n+1 into ഇതിൻ്റെ റെസിപ്രോക്കൽ into n root n divided by cos n pi. സാധാരണത്തെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ തന്നെയാണ്. അപ്പോൾ ലിമിറ്റ് n tends to infinity cos n+1 pi എന്ന് പറയുന്നത് -1 raised to n+1 ആണ്. അത് നിങ്ങൾക്കറിയാവുന്ന ഫോർമുലയാണ്. cos n pi is -1 raised to n. അപ്പോൾ cos n+1 pi എന്ന് പറയുന്നത് -1 raised to n+1. പിന്നെ ഇവിടെ ഒരു cos n pi ഉണ്ട്, ദാറ്റ് ഈസ് -1 raised to n. അപ്പോൾ cos n+1 pi cos n pi അത് രണ്ടും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. -1 raised to n+1 ഡിവൈഡഡ് ബൈ -1 raised to n cos n+1 pi cos n pi അത് രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ടേം എന്താണ്? n root n ഡിവൈഡഡ് ബൈ n+1 root n+1. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിന് ഞാൻ ഗ്രൂപ്പ് ചെയ്തു, ഇത് രണ്ടെണ്ണത്തിന് ഞാൻ ഗ്രൂപ്പ് ചെയ്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ -1 raised to n+1 ഇതാണ് ഡിവൈഡഡ് ബൈ -1 raised to n ഇതാണ് ഇൻറ്റു n root n ഡിവൈഡഡ് ബൈ n+1 root n which is equal to limit n tends to infinity -1 into ഇവിടെ ഒരു -1 മാത്രമാകും. -1 raised to n+1 ആണ്, -1 raised to n ആണ്. അപ്പോൾ ഇവിടെ ഒരു -1 മാത്രമാകും ഇൻറ്റു അഗെയിൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ് n by n+1. ഇതാ n root n എന്നുള്ളതിനെ ഇവിടെ n+1 root n+1 എന്നുള്ളതിനെ n by n+1 ഇൻറ്റു റൂട്ട് ഓഫ് n by n+1. സാധാരണ അൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ n by n+1 ഇൻറ്റു റൂട്ട് ഓഫ് n by n+1 which is equal to limit n tends to infinity -1 into
ഇവിടെ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ബൈ n. ഇതിൽ നിന്ന് n ഔട്ട്സൈഡ് എടുക്കുകയാണ്. എന്നും ഇതിൽ നിന്ന് n ഔട്ട്സൈഡ് എടുക്കുമ്പോൾ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n വരും. അപ്പോൾ മുകളിൽ തന്നെ താഴെ തന്നെ ക്യാൻസലാക്കി കളയാം. 1 ബൈ 1 പ്ലസ് 1 ബൈ n ഇൻറ്റു റൂട്ട് ഓഫ്, ഇവിടെയും n ഔട്ട്സൈഡ് എടുക്കുകയാണ്. എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 1 ബൈ 1 പ്ലസ് 1 ബൈ n റൂട്ട് ഓഫ് 1 ബൈ 1 പ്ലസ് 1 ബൈ n. ദെൻ അപ്ലൈ ദ ലിമിറ്റ്സ്. n ഇൻ ഇൻഫിനിറ്റി എന്ന് കൊടുക്കുമ്പോൾ ഇത് 1 ആകും, ഇത് 1 ആകും. ഇവിടെ ഒരു -1 ഉണ്ട്, -1. അപ്പോൾ ലിമിറ്റ് ബിക്കംസ് -1. ലിമിറ്റ് ബിക്കംസ് -1 മീൻസ് ഇറ്റ് ഇസ് ലെസ് ദാൻ 1. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി mod an പ്ലസ് 1 ബൈ an ഈസ് ലെസ് ദാൻ 1. By ratio test, the given series converges absolutely. Therefore, the given series converges. Absolutely എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. By ratio test, the given series converges എന്ന് മാത്രം പറഞ്ഞാലും മതി. അപ്പോൾ ഈ സിംപ്ലിഫിക്കേഷനാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. cos n പ്ലസ് 1 പൈയും cos n പൈ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സിംപ്ലിഫിക്കേഷനൊക്കെ പ്രത്യേക രീതിയിലാണ് ചെയ്തു പോയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്താലാണ് പെട്ടെന്ന് ആൻസർ കിട്ടുക. അല്ലാതെ വേറെ തരത്തിൽ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് പ്രാക്ടീസ് കൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ തരത്തിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ ലിമിറ്റ് ലെസ് ദാൻ 1. സോ ദിസ് സീരീസ് കൺവെർജസ് അബ്സല്യൂട്ട്ലി ഓർ കൺവെർജസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. ദിസ് ഇൻഫിനിറ്റ് സീരീസ് കൺവെർജസ്. ഒരു പ്രോബ്ലം കൂടെ, ഇത് റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യേണ്ട പ്രോബ്ലമാണ്. എല്ലാം സെയിം ഒരേ പാറ്റേൺ തന്നെയാണ്. ഏത് ടെസ്റ്റാണെന്നുള്ളതിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ ടെസ്റ്റ് ചൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കണ്ടമാനം പ്രോബ്ലം ഞാൻ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങളാണ് വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടത്. അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നൗ ലിമിറ്റ് sigma n equal to 1 to infinity -1 raised to n divided by ln n raised to n. അപ്പോൾ ഇവിടെ പവറിൽ n വന്നിട്ടുണ്ട്. നാച്ചുറൽ ലോഗരിതം ഓഫ് n raised to n വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ mod an equal to 1 by mod an equal to ഇവിടെ -1 raised to n ഉള്ളതുകൊണ്ട് mod an എടുക്കുമ്പോൾ 1 by ln n raised to n. ഇതാണ്. അപ്പോൾ ഈ മൈനസ് പോയിട്ടുള്ള ടേമാണ് mod an വരിക. mod an പ്ലസ് 1 അല്ലെങ്കിൽ mod an raised to 1 by n റൂട്ട് ടെസ്റ്റാണ്. അപ്പോൾ an പ്ലസ് 1 എടുക്കേണ്ട കാര്യമില്ല. an raised to 1 by n അല്ലെങ്കിൽ mod an raised to 1 by n എടുത്താൽ മതി. mod an equal to 1 by ln raised to n ആണ്. ln n raised to n ആണ്. അപ്പോൾ mod an raised to 1 by n എന്ന് പറയുന്നത് 1 by ln n. nth റൂട്ട് എടുക്കുമ്പോൾ n പോവും. അപ്പോൾ mod an raised to 1 by n equal to 1 by natural logarithm of n. Now limit n tends to infinity an raised to 1 by n. Limit n tends to infinity an raised to 1 by n equal to limit n tends to infinity 1 by natural logarithm of n. അപ്പോൾ n in infinity എന്ന് കൊടുക്കുമ്പോൾ natural logarithm of infinity is infinity itself. അപ്പോൾ 1 by infinity എന്നാവും ഇവിടെ വരിക. ലിമിറ്റ് n tends to infinity 1 by natural logarithm of n. n in infinity എന്ന് കൊടുക്കുമ്പോൾ 1 by ln infinity. That is 1 by infinity. That is 0. 0 is less than 1. 0 less than 1 ആയതുകൊണ്ട് 0 is less than 1. So by root test the given series converges absolutely. Since it converges absolutely, the original series also converges. Okay, അപ്പോൾ ഈ റൂട്ട് ടെസ്റ്റിൽ ഇത്രയും ബോർഡിൽ സ്ഥലമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ് 1-2 പ്രോബ്ലം കൂടെ ചെയ്യാമായിരുന്നു. ഞാൻ അടുത്ത വീഡിയോയിലേക്ക് നീട്ടി വയ്ക്കുന്നില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതേപോലത്തൊക്കെ തന്നെയാണ് സിംപ്ലിഫിക്കേഷൻസ് ഒക്കെ വരിക. ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രോബ്ലം. ഫാക്ടോറിയലൊക്കെ വരുമ്പോൾ ഒരിക്കലും റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കരുത്. റേഷ്യോ ടെസ്റ്റോ മറ്റേതെങ്കിലും ടെസ്റ്റാണ്. മിക്കവാറും റേഷ്യോ ടെസ്റ്റ് ആയിരിക്കും നല്ലത്. ഇങ്ങനെ പവറിൽ n വരുമ്പോൾ അപ്പോഴാണ് നമുക്ക്, അതായത് nth റൂട്ട് എടുത്തു കഴിഞ്ഞാൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടൊരു ടേം കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. നമ്മുടെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ അടുത്ത മൊഡ്യൂളിലേക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ കിടക്കുന്നതായിരിക്കും. സോ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു.